സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ നാമജപം ഇവിടെ പ്രസാദൂട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് അല്ല ഈ ചലച്ചിത്രഗാനം കേട്ടിട്ടുണ്ടല്ലോ, ഒന്നു നീനയ്ക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം എന്ന് പറയണ പോലെ തന്നെയാണ് ഇന്ന് ഗുരുവായൂരെത്തേണ്ടതാണ്. ഇന്ന് ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത് വിട്ടു പോകണല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്ക് വല്ലാണ്ട് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അനുഗ്രഹങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്ത് കേട്ടവർക്കറിയാം. അതിൽ പറയണു, ഒരു രചകനോട് കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നാൽ അത് നിനക്ക് അനുഗ്രഹവും, അല്ല ഇനി തരില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ അതും അനുഗ്രഹമാവുന്നു. രണ്ടും അനുഗ്രഹമാവും എന്ന് പറയണ അതുപോലെയാണ് എനിക്കുണ്ടായ അനുഭവം. പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ കയ്യുവേദന, കലശലായ കയ്യുവേദന കൊണ്ട് നിവർത്തിയില്ല. ബസ്സിലൊന്നും കയറി പിടിക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിൽ കൈ മാത്രമല്ല ഇടത് ഭാഗം മുഴുവൻ നല്ല പെയിനായിരുന്നു. അപ്പോൾ ആ യാത്ര വേണ്ടാന്ന് വെച്ചു. കാരണം തേവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ തേവരിവിടെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമ്മളുടെ നാട്ടിൽ ഈ തേവരുടെ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വമൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ അത്രയും അധികം ഈ തേവരെ ഉപാസിച്ച് മുല്ലോർലി തേവരെ ഉപാസിച്ച ഒരു ഭക്തൻ്റെ ആ ഭഗവാന് സമർപ്പിച്ച സമർപ്പണം ഇന്നിതാ പ്രകാശനം ചെയ്ത ദിവസമാണ്. സ്തോത്രമാലിക എന്നുള്ള പേരിൽ ഇന്ന് പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് വിശ്വൻ കിള്ളിക്കുളങ്ങര എന്നാണ്. നമ്മളിവിടെ ഇരിക്കണവർക്ക് എല്ലാവർക്കും അറിയും, ബാക്കി കേൾക്കണവർക്ക് അറിയട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം എത്രയോ വർഷങ്ങളായി ഭഗവാന് ഇങ്ങനെ നാമാർച്ചന സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഭഗവാൻ തന്നെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ സപ്താഹത്തിന് നമ്മൾ ആ വേദിയിൽ വെച്ച പ്രധാന കൃഷ്ണ വിഗ്രഹം നറുക്കെട്ടെടുത്തപ്പോൾ ഭഗവാൻ തന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെയാണ്. അപ്പോൾ ഭഗവാൻ ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹത്തിൻ്റെ ആ വരികളിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ വരികൾ അദ്ദേഹം തന്നെ ആലപിച്ച് കേൾക്കാൻ നമുക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളോട് എല്ലാ നാമജപത്തിനും ഇതൂടെ എന്നും പറയും ഒരു ഭജന ചൊല്ലണമെന്ന്. ഞങ്ങൾക്ക് ഇതിൻ്റെ രീതി വേണ്ട പോലെ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ആസ്വദിച്ച് ചെല്ലണമല്ലോ. അപ്പോൾ ഇന്ന് ഭഗവാൻ പറഞ്ഞു, ഇന്ന് ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞ് നിങ്ങളിതിവിടെ ചൊല്ലാണ്ടിരിക്കരുത്, കാരണം ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അദ്ദേഹം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രേമപുഷ്പാഞ്ജലി കൃഷ്ണ കുടുംബത്തിൽ ഇദ്ദേഹത്തെ പോലെ കൃഷ്ണപ്രേമിയായിട്ടുള്ള ഒരാളെ വന്നിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. രാധേശ്യാം. ഇതൊന്നും ഇങ്ങനെ വെച്ചോളൂ. സരസ്വതി അയ്യേ ആദ്യം ഗണപതിയുടെ തന്നെ പാടണം. ഗണപതി വാരണമുഖനായ ഗണപതേ വാരണം ചെയ്യുവാനനുഗ്രഹിക്കണമെൻ പ്രാരംഭ വിഘ്നങ്ങളെല്ലാം അതിന്നു നിൻ ചാരുവാം തൃപ്പാദയുഗ്മം തൊഴുന്നു ഞാൻ. ഗൗരി ഗൗരീശ്വരർ കോമനപുത്രനായിരേഴു ലോകം പുകഴ്ത്തും ഗണേശ്വര. പാരമുള്ളൻ പരിതാപങ്ങളൊക്കെ നീ പാടേയകറ്റാനലിവു കാട്ടേണമേ. വാരണ നേർമുഖനായ ഗണപതേ വാരണം ചെയ്യുവാനനുഗ്രഹിക്കണമെൻ പ്രാരംഭ വിഘ്നങ്ങളെല്ലാം അതിന്നു നിൻ ചാരുവാം തൃപ്പാദയുഗ്മം തൊഴുന്നു ഞാൻ. വാണിമാതാവേ സരസ്വതീ ദേവിനി വാണുകൊണ്ടാലുമെൻ നാവിൽ കൃപാനിധേ. വാണിദോഷങ്ങൾ തീർത്താമോദമെന്നെ നീ വാണി ഗുണം തന്നനുഗ്രഹിക്കേണമേ.
വാരിജ സംഭവ പത്നിയായി വാണിടും വാരിജാക്ഷി വാണിദേവി നമിപ്പു നിൻ വാരിജ തുല്യപാദങ്ങൾ ഞാൻ ഏകണം വാരുറ്റ വിജ്ഞാന സമ്പത്തെനിക്കു നീ. നന്നായോ? ആദ്യം ഇനി നമ്മളെ ഭഗവാനെ പറ്റി ഒരു ശ്ലോകം ചെല്ലാം. എന്തായാലും കാണാമൊട്ടങ്ങു ചെന്നാൽ പുഴയുടെ അരികത്തേക്കു പോകും വഴിക്കായി കാണാമുള്ളം കുളിർക്കും കുതുകമൊടത മുല്ലോർളി എന്നുള്ള ക്ഷേത്രം കാണാം പിന്നുള്ളിൽ മേവും മുരരിപു ഭഗവാൻ തന്നെയും കൈവണങ്ങാം കാണാനെത്തുന്ന ഭക്തർക്കഭിമതം അലിവോടേകുമാ ദേവപാദം മന്ദസ്മേരമുതിർന്നിടുന്ന വദനം കാറൊത്ത പൂമേനിയും ഭക്തർക്കെന്നും അഭീഷ്ടമേകി മരുവും സ്നേഹാർദ്രമാം ചിത്തവും സർവാംഗം പല ഭൂഷണങ്ങളും അണിഞ്ഞാനന്ദമോടങ്ങനെ മുല്ലോർളിക്കേ അഴകേറ്റമേറ്റി വിലസും വിഷ്ണോ നമിക്കുന്നു ഞാൻ. ഇനി വിഷ്ണുവിനെ തെറ്റി ഒന്നുകൂടി പറയണ്. ദുഷ്ടന്മാർക്കുള്ളിലേറ്റം ഭയമതു പകരും ദുഷ്ടരിൽ ദുഷ്ടനായും ശിഷ്ടന്മാർക്കൊക്കെ നിത്യം കൃപയൊടുമരുവം ശിഷ്ടരിൽ ശിഷ്ടനായും തുഷ്ട്യാചാരത്തുമേവും തരുണിമണിരമാദേവി തൻ ഹൃത്തടത്തിൽ ഇഷ്ടപ്രാണേശനായും വിരവിൽ വിലസുമൻ വിഷ്ണുദേവാ നമസ്തേ. നന്നായോ? ഒന്നുകൂടെ ഇല്ലേ ആ ഒരു ശ്ലോകം? നേരെ കിഴക്ക മറ്റേ സർവേശ്വര മംഗലത്തപ്പനെ അത് കാണാണ്ട് അത് ഇതിലുണ്ട്. ഇതിൽ വേറെ വരിയുണ്ട്. സർവേശ്വര മംഗലത്തിൽ വേറെ വരില്ല. നേരെ കിഴക്കുമൊരു വീടും നേരെ കിഴക്കുമൊരു വീടുമുമാ പതിക്ക് വാരുറ്റ മറന്നത് വാരുറ്റ നേർമഴി അഴിച്ചു. പിന്നെ നോക്കാം. മറന്നുപോയി. അത് ഇതിൽ ചേർത്തുണ്ട്. ഇതിൽ വേറെ ഉണ്ട്. വേറെ സർവേശ്വര മംഗലം. ഇതിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പന്തലും മുല്ലോർലിത്തെ അവരുടെ ഒരു കീർത്തനം ചൊല്ലും. ആ കീർത്തനം അത് ചൊല്ലും. മുല്ലോർലിത്തേവരെ കൃഷ്ണ കൃപാനിധേ വല്ലഭി വല്ലഭ നിന്റെ കാൽക്കൽ എല്ലാം മറന്നു നാമിക്കൂമെനിക്കു നീ നല്ലതു മാത്രം വരുത്തേണമേ. ആധിയും വ്യാധിയുമില്ലാതെൻ ജീവിതം മാധവ നീ കാത്തു കാത്തിടേണം. ശത്രുദോഷങ്ങളകറ്റേണമേ വരും മിത്രങ്ങളായി വരേണമെന്നും വേണ്ടതു വേണ്ടുന്ന നേരം നടത്തുവാൻ വേണ്ടുന്ന ബുദ്ധി നീ തന്നിടേണം. സ്ഥാനമാനങ്ങളും ഉച്ചനീചത്വവും ഒന്നുമേ തെറ്റും ഗണിച്ചിടാതെ കൂട്ടുകാരൊത്തു കാളിച്ചു രസിക്കുന്ന കുട്ടിക്കുറുമ്പനാമുണ്ണിക്കണ്ണ കൂട്ടത്തിലെന്നെയും കൂടി നീ കൂട്ടുമോ കൂട്ടുകിൽ ഞാനെത്ര ധന്യധന്യൻ. ഗോവർദ്ധനം കൂടയാക്കിയും കാളിയമർദ്ദനം ചെയ്തൂമി മട്ടിലോരോ വിസ്മയം ഭൂതലെ കാണിച്ച വിസ്മയ മൂർത്തേ നമിപ്പൂ ഞാൻ വീണ്ടും വീണ്ടും. നന്നായോ? ഇനി
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ മുകുന്ദ വാസുദേവ കൃഷ്ണ നിന്റെ തൃപ്പദം ഇതാ നമിച്ചിടുന്നു ഞാൻ അതീവ ഭക്തിപൂർവകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. തരേണമേ വരം മനം തെളിഞ്ഞുകൊണ്ടെനിക്കുടൻ, തരേണമൊട്ടുമേ മടിച്ചറച്ചു നിന്നിടാതെ നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇടയ്ക്കിടയ്ക്ക് വന്നടുത്തണഞ്ഞു ഭദ്രവിച്ചിടം, കടുത്ത ദോഷമൊക്കെ നീ തടുത്തു നന്മ നൽകണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. തിരക്കെഴുന്ന ജീവിത പ്രയാണവേളയിൽ ക്ഷണം കുതിച്ചു മുന്നിലെത്തുവാൻ തുണയ്ക്കണം ജഗൽ പ്രഭോ. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതിനു വേണ്ടി നിന്റെ നാമ കീർത്തനങ്ങളെന്നുമേ സ്തുതിച്ചിടാം, അനുഗ്രഹം കനിഞ്ഞെനിക്കു നൽകണേ. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ നിങ്ങൾ കേട്ട് കാണും ഈ ജയ ജനാർദ്ദന രാധിക ഇതില്ല, അത് രാധികാപത എന്നുള്ള അത് ആ രീതിയിലുള്ള ഇതാണ്. സാധാരണ അത് പാടാൻ ഒരു ഒത്തിരി ആ തുടക്കം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ സുഖമാണത്. ഇതൊക്കെ നല്ല വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ, ആ പുസ്തകത്തിൽ അതേ രീതിയിലുള്ളത് തന്നെ, ഒരു മാറ്റവും ഇല്ല. കമലലോചന കൃഷ്ണ കമനീയാകൃതേ, കമലനായക കൃഷ്ണ കാമധായക. കമലലോചന കൃഷ്ണ കമനീയാകൃതേ, കമലനായക കൃഷ്ണ കാമധായക. സുരുചിരാനന കൃഷ്ണ കരളിലൻപോടു, സുഖമണയ്ക്കണേ കൃഷ്ണ കുഴൽ വിളിച്ചു നീ. സുരുചിരാനന കൃഷ്ണ കരളിലൻപോടു, സുഖമണയ്ക്കണേ കൃഷ്ണ കുഴൽ വിളിച്ചു നീ. തവ പദാംബുജം കൃഷ്ണ ശരണമേകണേ, തൊഴുതിടുന്നു ഞാൻ കൃഷ്ണ കനിവു കാട്ടു നീ. ഭക്തവത്സല കൃഷ്ണ നിന്റെ നാമങ്ങൾ വാഴ്ത്തി വാഴുവാൻ കൃഷ്ണ ഭക്തി നൽകണേ. വിദ്യ നൽകണേ കൃഷ്ണ ബുദ്ധി നൽകണേ, അന്ത്യകാലമേ കൃഷ്ണ മുക്തിയും തരൂ. ഇനി 24 വൃത്തത്തിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൻ്റെ ടൈപ്പിൽ, അതായത് അതിൽ ഒരു 4 വരിയിൽ തന്നെ ഒരുപാട് ദേവന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ അതിൻ്റെ മട്ടിലാണ് എഴുതിക്കുന്നത്. അതായത് വെൺമതിക്കാലാഭരണൻ അംബിക ഗണേഷ് കേട്ട് കാണുന്ന നിങ്ങളൊക്കെ, അതൊക്കെ വളരെ പഴയ കാലത്ത് എല്ലാ വീടുകളിലും പാടുന്നത് കേട്ടിട്ടുള്ളത്. എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് പാടുന്നതാണ്. അത് എൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാത്തിനും മാതൃക. പങ്കജശാരന്നു സമാനാകുമൊരു കണ്ണ, സങ്കടമൊഴിച്ചിവനു നൽകിടുക നന്മ.
പങ്കജശരന്നു സമനാകുമൊരു കണ്ണ സങ്കടമൊഴിച്ചിവനു നൽകിടുക നന്മ. നേർവഴി നടപ്പതിനെനിക്കു തുണ വേണം, നേരിലണയുന്നരിഭൂശല്യമകലേണം. നിത്യവുമാതിന്നു തവ നാമമുര ചെയ്യുവാൻ, ഭക്തിയുളവാകുവതിനെ ഗണമുൾ ശക്തി. കാലികളെ മേച്ചുവന വീതികളിലൂടെ ബാലകരുമൊത്തു കളിയാടി വിലസിടും. നീ വരിക ചന്തമൊടിവൻ്റെ മനതാരിൽ, ചുണ്ടിലെ വിടർന്ന ചെറു പുഞ്ചിരിയുമായി. ആയതിനു നിന്റെ പദതാരിണ നാമിക്കാം, ആയത വിലോചന കുമാര ഹരികൃഷ്ണ. ഇനി ഇത് വളരെ സിമ്പിളാണ്. ഈ വല്ലിയിൽ നിന്ന് കുമാരനാശാൻ്റെ കൃതി, പിന്നെ ഓമനത്തിങ്കൾ കിടാവോ, അതൊക്കെ നിങ്ങൾ സാധാരണ അത് ഒരു പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള വരികളൊന്നും ഇല്ല അതിൽ. എന്നാലും പാലാഴി തന്നിലെ ദേവൻ, നീലക്കാർമേഘവർണ്ണനാം ദേവൻ. പാലാഴി തന്നിലെ ദേവൻ, നീലക്കാർമേഘവർണ്ണനാം ദേവൻ. നാഗേന്ദ്ര തൽപതലത്തിൽ യോഗനിദ്ര കൊണ്ടിടുന്ന ദേവൻ. ശ്രീ മഹാലക്ഷ്മിയോടൊത്തു ലീലാലോലം മാരുവുന്ന ദേവൻ. വൈനാതേയൻ്റെ പുറത്തു ലോകമെങ്ങും ചരിക്കുന്ന ദേവൻ. ദേവാമുനി വൃന്ദമെന്നും നാമം പാടി സ്തുതിക്കുന്ന ദേവൻ. ദുഷ്ടർക്കാരിയായ ദേവൻ, എന്നും ശിഷ്ടരെ കാക്കുന്ന ദേവൻ. ധർമ്മരക്ഷാർത്ഥം ജഗത്തിൽ വന്നു ജന്മമെടുക്കുന്ന ദേവൻ. വിശ്വം നിറഞ്ഞു മാരുവും മഹാവിസ്മയമായുള്ള ദേവൻ. മുല്ലോർളി ക്ഷേത്രത്തിനുള്ളിൽ നിത്യ ചൈതന്യമേകുന്ന ദേവൻ. ശ്രീ മഹാവിഷ്ണുവാം ദേവ, ഭവാൻ കാത്തുകൊള്ളുകന്നെ നീ നിത്യം. നന്നായിട്ടുണ്ടോ? ഇനി ഒക്കെ കൃഷ്ണനെ പറ്റി അധികം കുഴപ്പമൊന്നുമില്ല. ഇനി വിഷ്ണുവിൻ്റെ ശക്തികളെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു ഇത് പറയാം. സർവലോകത്തും നിറഞ്ഞുള്ള വിഷ്ണു, സർവലോകത്തും നിറഞ്ഞുള്ള വിഷ്ണു, സർവം ഗ്രഹിക്കാൻ കഴിവുള്ള വിഷ്ണു. സർവത്തിനും സാക്ഷിയായുള്ള വിഷ്ണു, മുല്ലോർളി വിഷ്ണു നമസ്തേ നമസ്തേ. സർവഗുണവും തികഞ്ഞുള്ള വിഷ്ണു, സർവേശ്വരനും ഭജിക്കുന്ന വിഷ്ണു. വിഷ്ണുവിനെ പരമശിവൻ പോലും ഭജിക്കേണ്ടെന്നാണ് പറയുന്നത്. രാമായണത്തിൽ വായിച്ചിട്ടുള്ളതാണ്, എനിക്ക് കൂടുതൽ അറിയില്ല, എന്നാലും പറയുന്നത് ശിവൻ പോലും ഭജിക്കുന്നത് വിഷ്ണുവിനെയാണെന്നാണ് പറയുന്നത്. അത് അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഉർവീശ്വരിക്കും പതിയായ വിഷ്ണു, മുല്ലോർളി വിഷ്ണു നമസ്തേ നമസ്തേ. സർവഗുണവും തികഞ്ഞുള്ള വിഷ്ണു, സർവേശ്വരനും ഭജിക്കുന്ന വിഷ്ണു. ഉർവീശ്വരിക്കും പതിയായ വിഷ്ണു, മുല്ലോർളി വിഷ്ണു നമസ്തേ നമസ്തേ. ഇനി നമ്മൾക്ക് തരുന്നത് ഭക്തരോടുള്ളിൽ കനിവുള്ള വിഷ്ണു, ശക്തിഹീനർക്കു തുണയായ വിഷ്ണു. മുക്തിക്കു മാർഗമൊരുക്കുന്ന വിഷ്ണു, മുല്ലോർളി വിഷ്ണു നമസ്തേ നമസ്തേ. നന്മയ്ക്ക്
വേണ്ടി മരുവുന്ന വിഷ്ണു, തിന്മയ്ക്കെതിരെ പൊരുതുന്ന വിഷ്ണു, തിന്മയുള്ളേടം ജനിക്കുന്ന വിഷ്ണു. എവിടെയാണോ ദുഷ്ടതരങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നത് അവിടെ ധർമ്മം പരിപാലിക്കാൻ വേണ്ടി വിഷ്ണു ജനിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ വരികൾ കേട്ടോ. തിന്മയുള്ളേടം ജനിക്കുന്ന വിഷ്ണു, മുല്ലോർലി വിഷ്ണു നമസ്തേ നമസ്തേ. വേദപ്പൊരുളായി വിളങ്ങുന്ന വിഷ്ണു, വേദജ്ഞരെന്നും ഭജിക്കുന്ന വിഷ്ണു, വേദാന്ത വേദ്യസ്വരൂപനാം വിഷ്ണു, മുല്ലോർലി വിഷ്ണു നമസ്തേ നമസ്തേ. ധാമങ്ങളുള്ളിൽ വഹിക്കുന്ന വിഷ്ണു, ധാമം ലോകം, ലോകം എന്ന് ഒരർത്ഥമുള്ള വാക്കാണ് ധാമം. ധാമം ഉള്ളിൽ വഹിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം യശോദ, ഈ കുട്ടികൾ പറഞ്ഞു കൃഷ്ണൻ മണ്ണ് വാരി തിന്നണമെന്നും പറഞ്ഞൊരു കഥയുണ്ട്. അത് കേട്ട വഴിക്ക് യശോദ ഓടി ചെന്നിട്ട് ഉണ്ണി വായ തുറക്കുക എന്ന് പറയും. ആ വായ തുറക്കുമ്പോൾ വായ തുറന്ന വഴിക്ക് കണ്ടതെന്ന് വെച്ചാൽ 17-14 ലോകം, ആ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ധാമങ്ങളുള്ളിൽ വഹിക്കുന്ന വിഷ്ണു എന്ന് പറയാൻ കാരണം. ആ ഉദ്ദേശത്തിലാണ് കേട്ടോ, മനസ്സിലാവാൻ കൂടി പറയുന്നത്. ധാമങ്ങളുള്ളിൽ വഹിക്കുന്ന വിഷ്ണു, ദാമോദരനെന്നു പേരുള്ള വിഷ്ണു, ദേവി ശ്രീലക്ഷ്മിക്കു നാഥനാം വിഷ്ണു, മുല്ലോർലി വിഷ്ണു നമസ്തേ നമസ്തേ. ഇനി എൻ്റെ പ്രാർത്ഥന, എന്നിലും വന്നു വസിക്ക നീ വിഷ്ണു. നിങ്ങളുടെയും പ്രാർത്ഥന അതാവട്ടെ എന്ന് ഞാൻ എന്നും തുണയായിരിക്ക നീ വിഷ്ണു, എൻ ജന്മ പാപമൊഴിക്ക നീ വിഷ്ണു, മുല്ലോർലി വിഷ്ണു നമസ്തേ നമസ്തേ. ഇനി എന്തൊക്കെ ആയിക്കോട്ടെ. ഏത് എനിക്കൊന്നും പറയില്ല. നിങ്ങളിതൊക്കെ പുസ്തകം വായിച്ചുകൊണ്ടായി എന്നും പ്രാർത്ഥനയായി ചൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ വേറെ എനിക്കൊരു ആവേശമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും ഇത് വലിയ താല്പര്യമൊന്നുമില്ല, മറ്റേ എൻ്റെ കുടുംബക്കാർക്കും പൊതുവെ ഇല്ല. പക്ഷേ അതൊരു വിഷമമുണ്ട്. എന്താ ചെയ്യുക, അവർക്കാർക്കും താല്പര്യമില്ല. ഞാൻ മാത്രം ഇങ്ങനെ ഒരു അശ്രമിത്തായിട്ട് അതെന്താണെന്ന് അറിയില്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ അച്ഛൻ രാമായണം വായിക്കുന്ന കേട്ടിട്ടാണ് എനിക്ക് ഈ ഇതൊക്കെ ഉണ്ടായത്. അച്ഛനാണ് എൻ്റെ എല്ലാം. അമ്മ 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. പിന്നെ അച്ഛനാണ്. അങ്ങനെ ആൾ കേട്ടിട്ടുള്ള ശീലങ്ങളാണ്. ഞാൻ വായിക്കാൻ തുടങ്ങിയത് തന്നെ 9ാം ക്ലാസ്സിലുള്ള പഠിക്കുന്ന കാലത്താണ്. അച്ഛൻ രാമായണം കർക്കിടക മാസത്തിൽ എല്ലാ മാസവും വായിക്കും, അല്ലാത്തപ്പോഴും വായിക്കും. അങ്ങനെ വായിക്കാൻ കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പുസ്തകം എടുത്ത് നോക്കി, ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വായിച്ച് നോക്കിയപ്പോൾ കുറച്ച് 2-3 വരിയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ചില വരികളൊക്കെ പറ്റണില്ല. ആ സമയത്ത് നീ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഞാൻ 2 ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളൂ. തെറ്റുകൂടാണ്ട് നോക്കി വായിക്കും. പുസ്തകം വായിച്ചാൽ പോരാ, വായിക്കാൻ ശീലിച്ചാൽ പോരാ, അതിൽ അക്ഷരങ്ങൾ നോക്കി വായിക്കാൻ ശീലിക്കും. അന്ന് മുതൽ ഞാൻ വായിക്കുമ്പോൾ കിട്ടാത്തത് 2, 3, 4 പ്രാവശ്യം വായിക്കും. കിട്ടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട വരികളാകുമ്പോൾ അതിലേറെ വായിക്കും. അങ്ങനെയുള്ള ശീലത്തിലൂടെ വളർന്നു വന്നതാണ്. പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ പണ്ഡിറ്റ് മാഷ്, അതായത് പണ്ഡിറ്റ് രാമൻകർത്ത, ഈ പന്തലൂർ സ്കൂളൊരു മാഷായിരുന്നു, സംസ്കൃത പണ്ഡിറ്റാണ്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷെ ആൾ ഉപപാഠ പുസ്തകം എടുത്തിരുന്ന അങ്ങേര് വലിയ വലിയ വാക്കുകൾ ഡിക്റ്റേഷൻ എടുക്കുക. അപ്പം അതിൽ ഏറ്റവും കുറവ് തെറ്റ് വരുത്തുന്നത് ഞാനായിരുന്നു അന്ന്. അപ്പോൾ ആൾക്ക് എന്നോട് 10-25 വാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 25 തെറ്റും. അത്ര അതേ സൈസുള്ള വാക്കുകൾ അങ്ങനെ പറയുക. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പിടിയും കിട്ടില്ല. പക്ഷെ അത് തെറ്റുകൂടാതെ വേണ്ട ഒരു 10-15 വാക്കുകൾ വരെ ഞാൻ തെറ്റുകൂടാണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആളെന്നെ വിളിച്ച് ഭയങ്കര ഇതായിട്ട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തരാറുണ്ട് പല കാര്യം. അപ്പോൾ ഞാൻ ഈ പദ്യങ്ങളൊക്കെ എഴുതുന്ന കാലത്തൊക്കെ ആളെ കൊണ്ട് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ പീതാംബരം മാഷ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മാഷന്മാരാണ് അവരൊക്കെ. പീതാംബരം മാഷ് എന്നെക്കൊണ്ട് എല്ലാ ആഴ്ചയിലും 1 തവണ ഒരു പീരീഡ് കഥ പറയിക്കാറുണ്ട്.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പുസ്തകം അച്ഛൻ വായിച്ചിട്ട് അതിൻ്റെ സഞ്ചിയിൽ വെച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ പുസ്തകം എടുത്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മാഷ എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട വഴിക്ക് അത് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, അന്ന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, താനിതൊക്കെ വായിക്കുമോ? ഞാൻ വായിക്കില്ല, അച്ഛൻ വായിക്കും, ഇതൊന്നും വായിക്കാൻ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ആൾക്കാർ അന്ന് 4 പഠിക്കുന്ന എനിക്ക് ഇതൊക്കെ 24 വർഷം 14 വർഷം ആ പുസ്തകമൊക്കെ വായിക്കുന്നത് വെച്ചാൽ വലിയ പാടാണ്. ആൾ വായിക്കുന്നത്, ആൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത്. അപ്പോൾ അച്ഛൻ, അപ്പോൾ തനിക്ക് വല്ല കഥകളറിയോ? കഥയൊക്കെ അറിയാമോ? കമ്പരാമായണമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, കഥയാണ്. അത് അമ്മാവൻ സിലോണിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല, അത് വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് പറയാം, രാമായണത്തിൽ ഇപ്പോൾ ഏതാ പറയുക, താൻ ദശരഥന് ശാപം കിട്ടിയ കഥ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, അപ്പോൾ കമ്പരാമായണത്തിൽ പറഞ്ഞിട്ട് അത് അധ്യാത്മരാമായണത്തിൻ്റെ മാതിരിയല്ലേ കമ്പരാമായണം, അത് കഥയായിട്ടാണ്. അത് നമ്മുടെ മുട്ടത്ത് വരയ്ക്കുന്ന നോവൽ മാതിരി, വായിച്ചാൽ കൊതി മാറില്ല. അങ്ങനത്തെ പുസ്തകം സിലോണിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് വായിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുത്രന്മാരില്ലാണ്ട്, ദശരഥന് പുത്രന്മാരില്ലാത്ത കാരണം വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുക, എന്താ ചെയ്യേണ്ടത് പുത്രന്മാരുണ്ടാവാൻ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു, താൻ 1000 മത്തഗജങ്ങളെ അമ്പെയ്ത് കൊല്ല്. അപ്പോൾ തനിക്ക് ആൾക്കൊരു ശാപം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അതിൻ്റെ ഉദ്ദേശം, അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് 1000 മത്തഗജങ്ങളെ കൊന്നാൽ കുട്ടികളുണ്ടാവുമോ? 1000 മത്തഗജങ്ങളെ കൊല്ലാൻ പറഞ്ഞ് ഇയാൾ 999 എണ്ണത്തിനും കൊന്നു. ഇത് 1000ാമത്തിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ രാത്രി ഇങ്ങനെ ഒരു മരത്തമ്മ കയറിയിരിക്കുന്ന സമയത്താണ് ഒരു ആന വെള്ളം കുടിക്കുന്ന സൗണ്ട് മുതലേ കേട്ടു. അടുത്ത നദിയിൽ നോക്കിയപ്പോൾ അത് ആനയായിരുന്നില്ല, ഒരു മുനികുമാരനായിരുന്നു. മുനികുമാരൻ വെള്ളം കുടത്തിൽ മുക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇയാൾ ശബ്ദവേദിനി എന്ന് പറഞ്ഞ അസ്ത്രം തൊടുക്കേണ്ടായി. ആ അസ്ത്രം ചെന്ന് കൊണ്ടിട്ട് ഈ കുട്ടി അയ്യോ എന്നെ കൊല്ലണേ, എന്നെ എന്തിനാ കൊല്ലണമെന്ന് ചോദിച്ചിട്ട് ഇത് കരഞ്ഞ വഴിക്ക് ദശരഥനാകെ പരിഭ്രമായി ഓടി ചെന്നപ്പോൾ ഈ കുട്ടി ശരം വെട്ട് മരിക്കാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും കാണില്ല, അവർക്ക് വെള്ളം ദഹിച്ചിട്ട് വെള്ളത്തിന് വന്നതാണ് ഞാൻ, എന്നെ എന്തിനാ കൊല്ലണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് പറയും. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ക്ഷമിക്കും, നിങ്ങളെ എന്തായാലും വെള്ളം കൊണ്ടു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. കുട്ടി അവിടെ കിടന്ന് മരിക്കും. ഈ രാജാവ് പതുങ്ങി ചെന്ന് അവിടുന്ന് ഈ മറ്റുങ്ങൾക്ക് ഈ മഹർഷിമാർക്ക് ഈ മഹർഷിയുടെ പത്നിക്കും വെള്ളം കൊടുക്കും. അവർക്ക് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അത് നേരെ പറഞ്ഞു, ഇങ്ങനെ ഒരബദ്ധം പറ്റി, അപ്പോൾ എൻ്റെ മകനെ ഒന്ന് കാണണം ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ കുട്ടീനെ തലോടി ഒക്കെ കരയും. അത് കഴിഞ്ഞിട്ട് രാജാവിനോട് പറയും, ഒരു കാരണവും കൂടാണ്ട് ഒരു കാര്യം ഇല്ലാണ്ടാണ് നിങ്ങൾ എൻ്റെ മോനെ കൊന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ പുത്രദുഃഖത്തോടെ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുന്ന ആ ഭാഗം, ആ കഥയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. അത് പറയാൻ ആൾ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഇടയ്ക്ക് രാമായണത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്നെ കൊണ്ട് പീതാംബരൻ മാഷ് പറയിക്കാറുണ്ട്. ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കൊടകര സ്കൂളിൽ പഠിക്കുമ്പോൾ 3 മാഷന്മാരാണ്. ഈ പുരുഷോത്തമൻ, ഒന്ന് ശാന്തകുമാർ, പിന്നെ വിദ്വാൻ CK കുറുപ്പ് എന്ന് പറഞ്ഞൊരു കുറുപ്പ് മാഷുണ്ടായിരുന്നു. ആളെന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇവർ ഈ പുരുഷോത്തമ മാഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം കവിതാവാസനയുള്ള ആളാണ്. ആൾ വന്നും കവിത എഴുതേണ്ട കവിത എഴുതി കൊണ്ടുവന്നിട്ട് പിള്ളേരെ കൊണ്ടുപോകാം. അല്ല, ആൾ വായിക്കും. ഇതൊരു പിള്ളേരോട് പറയും, എല്ലാ ദിവസവും നിങ്ങൾ ഇതേപോലെ എഴുതാൻ ശീലിക്കണം എന്ന് പറയും. ശാന്തകുമാർ ഭാഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പദ്യങ്ങളുടെ വൃത്തം, ഇതിനൊക്കെ ഒരു നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും നിയമമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കവിത ആർക്ക് വേണമെങ്കിലും എഴുതാം, അടുക്കളയിൽ ഇരുന്ന് പാടുന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. എനിക്കതിനോട് യോജിപ്പില്ല, എനിക്കത് ഇഷ്ടമില്ല, ഞാട്ട് വായിക്കാറുമില്ല, എനിക്ക് വായിക്കാനും അറിയില്ല എന്ന് പറയും. അങ്ങനെ എഴുതുന്ന ആ സമയത്ത് പറയുന്നത്, നിങ്ങൾ ഒരു വൃത്തം പഠിപ്പിക്കുന്ന സമയത്ത് നാളെ വരുമ്പോൾ എല്ലാവരും ഒരു 4 വരി കുറഞ്ഞെങ്കിലും എഴുതി കൊണ്ടുവരണമെന്ന് പറയും. ആരെഴുതി കൊണ്ടുവരാൻ? കവിതയൊക്കെ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? ഞാൻ ഉറക്കമൊളിച്ച് ഒക്കെ ഇരുന്ന് ഒരു 3-4 വരിയൊക്കെ ഒപ്പിച്ച് കൊണ്ടു ചെല്ലും. അപ്പോൾ
കുഴപ്പമില്ലല്ലോ, തനിക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഇത് എഴുതാനുള്ളൊരു എഴുതാൻ ഇൻട്രസ്റ്റ് വന്നിട്ട് നോക്കിയപ്പോൾ വേറൊരു കുഴപ്പവും സംഭവിച്ചു. അത്യാവശ്യം മോശമില്ലാണ്ട് പഠിച്ചിരുന്ന ഞാൻ കീഴ്പോട്ട് പോന്നു. അത് പിന്നെ ഇതിനോടായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂളിലുണ്ടാവുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആദ്യമൊക്കെ 1ാം സമ്മാനം തന്നിരുന്നു. പിന്നെ ടീച്ചർമാരുടെ മക്കൾക്കും PTIയുടെ മക്കളൊക്കെ അതിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ 3ാം സ്ഥാനത്തേക്കൊക്കെ തള്ളി. 2 പറ്റില്ലെന്ന് വെച്ചിട്ട്. എന്നാൽ ഇത് മത്സരം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ മോഡറേറ്ററായിരിക്കുന്ന മാഷ് പറയും, തനിക്കാണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയും. പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ 3ആവും, ചിലപ്പോൾ 2ആവും, അങ്ങനെയാവും. അത് അങ്ങനെ അതങ്ങനെ എന്നിട്ട് പിന്നെ കവിത എഴുതി. പിന്നെ ഇത് അപ്പോൾ കുറുപ്പ് മാഷ് എന്നെ പഠിപ്പിച്ചില്ല. കുറുപ്പ് മാഷ് ഞാൻ 9 എത്തിയ അവസാന വർഷം പോയി. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എഴുതി പുരുഷോത്തമ മാഷെ കാണിക്കുമ്പോൾ പുരുഷോത്തമ മാഷ് താൻ പോയി കുറുപ്പ് മാഷെ കാണിക്കും. കുറുപ്പ് മാഷാണെങ്കിൽ എല്ലാ കവി സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ്, സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. ആൾക്ക് അത്യാവശ്യം വിവരമുള്ളതാണ്, ആളെ കൊണ്ട് കാണിക്കുക. അങ്ങനെയാണ് കുറുപ്പ് മാഷെ പരിചയമായത്. കുറുപ്പ് മാഷ് അങ്ങനെ തിരുത്തി തന്ന കവിതകളൊക്കെ അന്ന് തൃശ്ശൂർ നിന്ന് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. നല്ല പത്രമായിരുന്നു അത് ഒരു വ്യക്തിയായതുകൊണ്ട് ആൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാണ്ട് നിർത്തിപ്പോയതാണ്. ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ അതായിട്ട് തുടങ്ങിയതാണ്. നല്ല പത്രമായിരുന്നു അത്. അത്ര രാഷ്ട്രീയ ഇന്നത്തെ മാതിരി ഒരു വാല് പിടിച്ചിട്ടുള്ള പത്രം നല്ലായിരുന്നു. അതിൽ വെള്ളിയാഴ്ച തോറും സർഗകൈരളി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എഴുതാനുള്ളൊരു പങ്ക്തി. അതിലിങ്ങനെ കവിത എഴുതാൻ വേണ്ടിയിട്ട് ഈ സമസ്യാപൂരണം എന്ന് പറയും കവിത. അതായത് ഒരു വരി തരും, 3 വരി തരും. 3 വരി തരുമ്പോൾ ഒരു വരി തരും, 3 വരി നമ്മളുണ്ടാക്കണം. ആദ്യത്തെ 3 വരി നമ്മളുണ്ടാക്കണം, ലാസ്റ്റ് വരി തരും. അങ്ങനെയാണ് പിന്നെ നമ്മൾ എഴുതാൻ ചോദിച്ചാൽ അങ്ങനെ ഈ എഴുതി പൂരിപ്പിച്ച് കൊണ്ട് അയക്കുന്നതൊക്കെ ഈ കുറുപ്പ് മാഷ സഹായത്തോടെ ആണ് അയച്ചായിരുന്നു. കുറുപ്പ് മാഷ സഹായത്തോടെ അയച്ച് മിക്കതും എനിക്ക് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ പഠിപ്പ് പോയി. SLC ശാസ്ത്രം പോയി. എന്നാലും എനിക്ക് ഇപ്പോഴും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തോടുള്ള ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഈ കവിതകളൊക്കെ വായിക്കാനും കഥകൾ നോവൽ എത്ര വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കൊന്നും ഉണ്ടാവില്ല. കവിതകൾ അത്രമാത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ച കവി കുമാരനാശാനാണ്. ചങ്ങമ്പുഴ, അങ്ങനെ വള്ളത്തോട്, ഇവരൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതികൾ. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പിന്നെ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഉള്ളൂ ഇപ്പോൾ കൈ പറിച്ചിട്ട് എഴുതാൻ പറ്റാത്ത. ഭഗവാൻ വിചാരിച്ചിരിക്കണം ഇനി താവൻ എഴുത്ത് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഇതായിരിക്കുന്നു വിചാരിക്കണം. എഴുതാൻ പറ്റണില്ല ഇപ്പോൾ. ഇത് കഴിഞ്ഞ എൻ്റെ പിറന്നാൾ ധനുമാസിലാണ്. അപ്പോൾ ധനുമാസിൽ പിറന്നാൾ ദിവസം ഇത് ഇവിടെ സമർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ എഴുതി കഴിഞ്ഞില്ല. അന്നേക്ക് എഴുതി കൈ വിറക്കി അന്നാണ് പറ്റിയത്. പിന്നെ അങ്ങനെ തന്നെയല്ല, പിന്നെ ഈ പ്രസ്സിൽ കൊടുത്തപ്പോൾ അവർക്ക് അവിടെ ഭയങ്കര തിരക്കായി. അങ്ങനെ പിന്നെ അവർ നന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം മേടിക്കുക, കാശൊന്നും കൊടുക്കണ്ട കേട്ടോ, 10 പൈസ കൊടുക്കണ്ട, വെറുതെ മേടിക്കുക. ഭഗവാൻ എന്തെങ്കിലും വഴിപാട് നിങ്ങൾക്ക് ചെയ്യാൻ ആ പുസ്തകത്തിൻ്റെ പേരിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ഉണ്ട് ഇത് പുസ്തകത്തിൻ്റെ വിലയായിട്ട് നിങ്ങൾ ആരും ഒന്നും കൊടുക്കണ്ട എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. ഒരുപാട് സന്തോഷം. പുസ്തകത്തിൻ്റെ വിലയായിട്ട് ആരും കാശ് കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൻ്റെ പേരിൽ ചെയ്താൽ എന്തെങ്കിലും അത് കയ്യിലായത് മാത്രം.